ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇരിക്കി. അല്ല, എന്താ നിങ്ങളുടെ പേര്? ഞാൻ രാജേന്ദ്രൻ കഞ്ഞിക്കുഴി. ഞാൻ ശിവപ്രസാദ് കഞ്ഞിക്കുഴി. ഓ രണ്ടും കുഴിയാണല്ലോ. ദേ, നമ്മളെ തട്ടി കുഴിയിലിടുവോ? അയ്യോ മാഡം, ഇവര് സൂപ്പർ സ്റ്റാർ അല്ലേ? സൂപ്പർ സ്റ്റാർസോ? അല്ല, ഇവരുടെ മേഖലയില് എല്ലാ ഹിറ്റ് സിനിമയുടെ പുറകിൽ ഇവർ രണ്ടുപേരും അല്ലേ? നിങ്ങൾ മാഡത്തിനോട് കാര്യം പറ. ദേ, കാര്യമൊക്കെ ശരി. ഒരുപാട് കാത്തിരിക്കാനൊന്നും പറ്റില്ല. സിനിമയുടെ ഷൂട്ടിംഗ് പെട്ടെന്ന് തുടങ്ങണം. അതൊക്കെ ദാന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം മാഡം. ആദ്യം നമുക്കൊരു അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ് എടുക്കണം. യെസ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഡിവൈഡ് ചെയ്ത് മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കണം. യെസ്. ടെക്നീഷ്യനും ആർട്ടിസ്റ്റിനും അവരുടേതായ സംഘടന ഉണ്ടല്ലോ. നോ നോ. യെസ്. അവരുടെയൊക്കെ എഗ്രിമെന്റ് അതുവഴി പൂർത്തിയാക്കണം. പിന്നെ കാര്യങ്ങളൊക്കെ സിമ്പിളാ. ടെക്നീഷ്യൻസിനെ എല്ലാവരെയും നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കുന്ന അഡ്വാൻസിനെ കുറിച്ച് ഞാൻ പറയാം. അഡ്വാൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പണിയെടുക്കുന്ന കാശ് കൊടുക്കാം. അല്ല മാഡം, ഇൻഡസ്ട്രിയുടെ രീതി അതല്ലേ. അഡ്വാൻസ് കൊടുക്കാതെ ആരെയും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശി, അതുള്ളതാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പണിയെടുക്കാൻ വരുന്നവൻ ഏതവനായാലും എന്നെയും എന്റെ മോളെയും ബഹുമാനിക്കുന്നവനായിരിക്കണം. പറ്റുമോ? പറ്റും. ഏതെങ്കിലും ഒരുത്തനെ എന്നെയോ എന്റെ മോളെയോ അവഗണിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ, അതിനി സൂപ്പർ സ്റ്റാർ ആയാലും കൊള്ളാം, അവനെ അപ്പ പറഞ്ഞു വിടണം. പറ്റുമോ? പറ്റും. പിന്നെ ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ തിന്നുന്നതും കുടിക്കുന്നതും വലിയ വലിയ സാധനങ്ങളാ. ഉറങ്ങുന്നത് വലിയ മുറിയിലും. എനിക്കും എന്റെ മകൾക്കും ഇല്ലാത്ത ഒരു സൗകര്യങ്ങളും ഇവിടെ മറ്റൊരുത്തനും പാടില്ല. പറ്റുമോ? പറ്റും മാഡം. ദേ, നിനക്കൊക്കെ എങ്ങനെയാടാ കൂലി? അവരും സംഘടനയിലുള്ളതല്ലേ മാഡം? ഇവരോട് നമുക്ക് എഗ്രിമെന്റ് വെക്കേണ്ടി വരും. പിന്നെ ഇവന്മാര് രണ്ടുപേരോടും എഗ്രിമെന്റ് വെക്കാനല്ലേ പോന്നേ. ദേ ശരത്തെ, അതൊന്നും പറ്റില്ല. യെസ് എന്ന് പറ. യെസ്. മാഡം, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ മൂവ് ചെയ്യട്ടെ. യെസ്. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. ബാക്കി കാര്യങ്ങൾ ശരത്ത് സംസാരിക്കാം. ശരി. ശരി. എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ല. ബാക്കി എന്താടാ കുഴപ്പം? അല്ല, ഒരു പ്രശ്നമില്ല. മുത്തശ്ശി ഈ സ്റ്റാൻഡിൽ തന്നെ തുടർന്നാൽ മതി. അവന്മാരെ ശരിക്കും കുടുങ്ങിപ്പോയില്ലേ?